ഇപ്പൊ അവര് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലെന്നേ, അവര് തമ്മിൽ ഒരു പ്രശ്നവും. അപ്പു എന്തു പറയുന്നു? അപ്പു ഒരുവിധം ഓക്കെ ആയെന്ന് തോന്നുന്നു. എന്തായാലും താൻ ഇതെന്നെ വിളിച്ച് പറയാഞ്ഞത് കാര്യമായി. അല്ലെങ്കിൽ അവിടുത്തെ ടെൻഷന്റെ ഇടയ്ക്ക് ഇതും കൂടി ഒരു ഹെഡേക്ക് ആയനെ. എന്തായാലും എല്ലാം സോൾവ് ആയല്ലോ അല്ലേ? സമാധാനം. ആ, മുരളിയേട്ടൻ എന്തിനാ ഓഫീസിൽ പോകുന്നുണ്ടോ? ഉച്ചകഴിഞ്ഞ് പോയാലോ എന്ന് ആലോചിക്കാം. എന്നാ അത് മതി. അതുവരെ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാലോ. യാത്രയൊക്കെ കഴിഞ്ഞ് വന്നല്ലേ ഉള്ളൂ. ഞാൻ കിച്ചണിലോട്ട് ചെല്ലട്ടെ. എന്താ വി പി, കുറെ നേരമായിട്ട് സിസ്റ്റത്തിന്റെ മുന്നിലാണല്ലോ. എന്താ ഇത്? ബാംഗ്ലൂരിൽ നിന്ന് ഡോക്ടർ മഹേഷ് വർമ്മ അയച്ചു തന്ന ഒരു പ്ലാസ്റ്റിക് സർജന്റെ പ്രൊഫൈലാ. ഡീറ്റെയിൽസ് ഒന്ന് പ്രിന്റ് എടുത്തതാ, അപ്പോനും കൊടുക്കാലോ. മഹേഷ് പറയുന്നത് സൗത്ത് ഇന്ത്യയിൽ സെക്സ് റീ അസൈൻമെന്റ് സർജറി നടത്തുന്നതിൽ ടോപ്പ് മോസ്റ്റ് ആണ് ഡോക്ടർ വിശ്വനാഥ് എന്ന്. മഹേഷിന് ആളെ പേഴ്സണലി പരിചയമുണ്ട്. വി പി എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പു ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യട്ടെ തന്നെയാണോ? അങ്ങനെയല്ല ഗീത, നമ്മളെല്ലാ ഓപ്ഷനും നോക്കണമല്ലോ. എത്രയൊക്കെ നിർബന്ധിച്ചിട്ടും പോകാനാണ് അപ്പു തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നതെങ്കിൽ നമുക്കതിന് സമ്മതിച്ചല്ലേ പറ്റൂ. അവിടെയാണെങ്കിലും ഇത്ര ഒരു ഗൈഡ് ലൈൻ അപ്പുവിന് പ്രയോജനം ചെയ്യലോ എന്ന് കരുതി. ഇപ്പൊ അപ്പുവിന് കൊടുക്കണോ? താനെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല വി പി, ഈ ഡീറ്റെയിൽസ് അപ്പുവിന് ഹാൻഡ് ഓവർ ചെയ്യുമ്പോ സ്വാഭാവികമായിട്ടും അപ്പു എന്താ വിചാരിക്കുക? പോകാനുള്ള ഒരു ബ്ലാങ്ക് പെർമിഷൻ നമ്മൾ കൊടുത്താണെന്നല്ലേ കരുതുള്ളൂ. ഇത്തരം ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്ത് വെക്കാം, അവിടെ വേണ്ട അറേഞ്ച്മെന്റ്സും ചെയ്യാം. പക്ഷെ ലാസ്റ്റ് മിനിറ്റ് വരെ അപ്പുവിനെ നമ്മള് ഇവിടെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നതല്ലേ നല്ലത്? അതും ഡോക്ടർ അരവിന്ദന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങിയ സ്ഥിതിക്ക്. അപ്പൊ താനെന്താ പറഞ്ഞു വരുന്നത്? ഇത് അപ്പുവിന് കൊടുക്കണ്ടെന്നാണോ? എന്താന്ന് വെച്ചാ വി പി ആലോചിച്ചിട്ട് ചെയ്. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞേ ഉള്ളൂ. താൻ പറഞ്ഞ പോലെ വേണമെങ്കിൽ നമുക്കിതൊക്കെ രഹസ്യമാക്കി വെക്കാം. മഹേഷോട് പറഞ്ഞ് അവിടെ വേണ്ട അറേഞ്ച്മെന്റ്സും ലൈനപ്പും ചെയ്യാം. പക്ഷെ ഗീത, എൻ്റെ ഒരു ആഗ്രഹം, അഥവാ അപ്പു പോകുന്നെങ്കിൽ തന്നെ അതൊരിക്കലും നമ്മളോട് സമരം ചെയ്തിട്ടാകരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. പിന്നെ ഈ സർജനെ സംബന്ധിച്ച് വേറൊരു കാര്യമുണ്ട്. മാസത്തിൽ 2 തവണ അയാൾ ട്രിവാൻഡ്രത്തും എറണാകുളത്തുമുള്ള ഹോസ്പിറ്റലുകളിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ അരവിന്ദനും അദ്ദേഹത്തെ അറിയാതിരിക്കില്ലല്ലോ. അങ്ങനെ ഒരു എക്സ്പേർട്ടിനാണ് നമ്മൾ കൺസൾട്ട് ചെയ്യുന്നതെങ്കിൽ അപ്പുവിന്റെ കോൺഫിഡൻസ് ലെവലിനും അതുകൊണ്ട് ഗുണം ചെയ്യും. ഇന്ത്യയിലെ തന്നെ പ്രമുഖനായ ഒരു സർജൻ എന്ന് പറയുമ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് അപ്പോഴും തോന്നുമല്ലോ. അതുകൊണ്ട് ചിലപ്പോൾ ബാംഗ്ലൂരിലേക്കുള്ള ഷിഫ്റ്റിംഗ് അപ്പൊ സ്വമേധയാ വേണ്ടെന്ന് വെച്ചാലോ? അങ്ങനെ എല്ലാം കൂടി ആലോചിച്ച് നോക്കിയപ്പോഴാ ഇത് അപ്പുവിനെ കാണിക്കാന്ന് ഞാൻ വിചാരിച്ചത്. കാര്യമൊക്കെ നല്ലത് തന്നെ വി പി. പക്ഷെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അപ്പുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു റീതിങ്കിങ് ഉണ്ടാവുമെന്ന് അറിയേണ്ടത്. എന്തായാലും ഇക്കാര്യം ഞാൻ അപ്പുവിനോട് പറഞ്ഞു നോക്കാം. എന്താ അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് അറിയാലോ. അപ്പോ ബാംഗ്ലൂരിൽ മഹേഷ് വർമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? അയാൾ എനിക്ക് ഫോർവേഡ് ചെയ്ത ഒരു പ്ലാസ്റ്റിക് സർജന്റെ ഡീറ്റെയിൽസ് ആണ്. പേര് സന്ദീപ് വിശ്വനാഥ്. സൗത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് സർജനാ. മഹേഷിന് അയാളെ പേഴ്സണലി പരിചയമുണ്ട്. ഞാൻ ഇപ്പൊ ഇത് നിന്റെ കയ്യിൽ എന്താ തന്നെന്ന് വെച്ചാ നിനക്കൊരു ഗൈഡ് ലൈൻ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ. അതിന്റെ അർത്ഥം നീ ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്നല്ല. ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി തന്നേ ഉള്ളൂ. പിന്നെ ഈ ഡോക്ടറുടെ കാര്യത്തിൽ എനിക്ക് പോസിറ്റീവായി തോന്നിയ ഒന്നും കൂടിയുണ്ട്. അദ്ദേഹം ട്രിവാൻഡ്രത്തും കൊച്ചിയിലുമായി 2 സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ഓരോ മാസം വിസിറ്റ് ചെയ്യുന്നുണ്ട്. നിനക്ക് താല്പര്യമാണെങ്കിൽ
അദ്ദേഹം ട്രിവാൻഡ്രത്ത് വരുമ്പോ നേരിട്ട് കാണാൻ ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാം. അത് വേണ്ട VP. എന്തായാലും ഞാൻ ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോ അവിടെ കാണുന്നതാവും കൂടുതൽ സൗകര്യം. അപ്പോ നിന്റെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല അല്ലേ? എന്റെ തീരുമാനം മാത്രമായിരുന്നില്ലല്ലോ, നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്ത കാര്യല്ലേ. അപ്പോ എന്തുകൊണ്ടാണ് നീ ഇത്ര അഡമന്റ് ആയിട്ട് നിൽക്കുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. VP പ്ലീസ്, അതിന്റെ കാര്യവും കാരണമൊക്കെ നമ്മൾ എത്ര തവണ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാ. ഓക്കെ, ഒരു തർക്കത്തിന് ഞാനില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, ഇവിടുന്ന് മാറണമെന്ന് നീ ഇത്രയധികം വാശി പിടിക്കുന്നത് ആദരയുടെ മരണം കൊണ്ട് മാത്രമല്ല. അതിന്റെ പിന്നിൽ നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന മറ്റെന്തോ കാരണം കൂടിയുണ്ട്. ശരിയല്ലേ? നോക്ക്, അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ നിന്റെ മനസ്സിലുണ്ടെങ്കിൽ നീ ഞങ്ങളോടത് ഷെയർ ചെയ്യേ. നിന്നെ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ അത് സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ള ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ഈ പറയുന്നത്. എന്താ അപ്പോ, എന്താ നിന്റെ റിയൽ പ്രോബ്ലം? അത് പറ. എന്താണെങ്കിലും തുറന്നു പറയൂ. ഒന്നുമില്ല VP. എന്റെ പ്രസൻസ് ഇവിടെ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ പോലെ തന്നെ എന്റെ ആബ്സൻസും ആഗ്രഹിക്കുന്നവരുണ്ട്. ആരാണ് നിന്റെ ആബ്സൻസ് ആഗ്രഹിക്കുന്നത്? തെളിച്ചു പറ. അങ്ങനെ ആരെങ്കിലും നിന്നോട് നേരിട്ട് ആവശ്യപ്പെട്ടോ? നേരിട്ട് ആവശ്യപ്പെട്ടില്ലെങ്കിലും അങ്ങനെ ചിലർ ആഗ്രഹിക്കുന്നുണ്ട് VP. ഞാനിവിടെ തുടർന്ന ഞാൻ സ്നേഹിക്കുന്ന ചിലരുടെയെങ്കിലും ജീവിതത്തെ വളരെ നെഗറ്റീവായി ബാധിക്കും. ഞാൻ കാരണം അങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ. ഞാനത് ആഗ്രഹിക്കുന്നില്ല. അതുമാത്രമല്ല, ഞാനിവിടെ തുടർന്ന അത്തരം കാര്യങ്ങൾ എൻ്റെ കോൺസെൻട്രേഷനെയും സ്റ്റഡീസിനെയും ട്രീറ്റ്മെന്റിനെയും ഒക്കെ വല്ലാതെ ബാധിക്കും. അതുകൊണ്ട് എല്ലാം ആലോചിച്ച് തന്നെയാണ് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്. പിന്നെ ബാംഗ്ലൂർ എന്ന് പറയുന്നത് ഒരുപാട് ദൂരമൊന്നും അല്ലല്ലോ VP. VPക്കും അമ്മയ്ക്കും എന്നെ കാണണം തോന്നുമ്പോഴൊക്കെ അവിടെ വന്ന് കാണാമല്ലോ. അപ്പോ ഞാനൊരു ഗസ് നടത്തട്ടെ. മാളും ജോബിനും തമ്മിലുള്ള ഇഷ്യൂയിൽ നിന്നെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? ചോദിച്ചത് കേട്ടില്ലേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നും ഇതുവരെ ഇല്ല. ഇനി ഉണ്ടാവാതിരിക്കാൻ കൂടിയാ എൻ്റെ ഈ തീരുമാനം. പ്ലീസ് VP, ഇനി ഇതിൽ കൂടുതൽ എന്നോടൊന്നും ചോദിക്കരുത്. ഓക്കെ, നീ എന്തായാലും ഡോക്ടർ സന്ദീപിന്റെ പ്രൊഫൈലും നോക്ക്. എന്നിട്ട് എന്താ വേണ്ടതെന്ന് ഒന്നുകൂടി ഒന്ന് ആലോചിക്കുക. ദേശമ്മ എന്നെയും വിളിച്ചതാ മക്കളെ. പക്ഷേ എനിക്ക് അത്രയും നേരം വണ്ടിയെ കുത്തിയിരുന്ന് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ഓ, ഒടുക്കത്തെ കാൽമുട്ട് വേദനയല്ലയോ, പോരാത്തതിനൊരു പനിക്കോളും. എന്നതാണേലും പോരുന്നതിന് മുമ്പേ എനിക്കൊന്ന് മാതാവിൻ്റെ അടുത്ത് പോയാൽ കൊള്ളാമെന്നുണ്ട്. ഓ, നിങ്ങളൊക്കെ ഇനി നാട്ടിൽ വന്നിട്ട് എപ്പോഴാ? ആ, ഡേയ്സമ്മ പറഞ്ഞായിരുന്നു അടുത്ത തവണ മോനെയും കൂട്ടി കാറി പോകാന്ന്. അതാവുമ്പോ നമ്മുടെ സൗകര്യത്തിന് പോയിട്ട് വരാമല്ലോ. ഇല്ലില്ല, ഡേയ്സമ്മ യാത്ര അയക്കാൻ പോയേക്കുവാ ജോകുട്ടൻ. ആ, അവളിവിടെ ഉണ്ട്. ഓ, അതിന്റെ കാര്യമൊന്നും പറയാതിരിക്കുവാ നല്ലത്. എന്നാ വെച്ചോടി മോളിക്കുട്ടി, പിന്നെ വിളിക്കാം. അല്ലേ, നീ ഇതെങ്ങോട്ടാ? എനിക്കൊന്ന് പുറത്തു പോകണം. ആ, അത് നിന്റെ വേഷം കണ്ടപ്പോ മനസ്സിലായി. അതെങ്ങോട്ടാണെന്നാ ചോദിച്ചത്. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അതെന്നാ ചെയ്തായി പോയി. എന്നാ പിന്നെ ഡേയ്സമ്മയെ കൊണ്ടുവിടാൻ ജോക്കുട്ടിന് ഇറങ്ങിയപ്പോ നിനക്ക് അവരുടെ കൂടെ പോകാൻ മേലായിരുന്നു. ഡേയ്സമ്മയെ പള്ളിയിലാക്കി തിരിച്ചു വരുമ്പോ നിനക്ക് വാങ്ങേണ്ടതൊക്കെ വാങ്ങി പോരായിരുന്നല്ലോ. അതിപ്പോ ഞാൻ തനിച്ചു പോയി വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. നീ എന്നാത്തിനാ ഇങ്ങനെ എന്നോട് തർക്കുത്തരം പറയുന്നേ? അതെ, നിന്നെ എന്നെ ഏൽപ്പിച്ചിട്ടാ ജോക്കുട്ടൻ ഡേയ്സമ്മയെ കൊണ്ടുവിടാൻ പോയേക്കുന്നേ. ഏൽപ്പിച്ചിട്ടോ? അതിന് ഞാനെന്താ വല്ല പണയപ്പണ്ടോ ആണോ? വാ, അതൊന്നും എനിക്കറിയാൻ മേല. ഡേയ്സമ്മ വേളാങ്കണ്ണിയും തിരിച്ചു വരുന്നവരെ നീ ഇവിടെ ഞാൻ പറയുന്നത് കേട്ട് നിന്നോണം. അത് ഞാൻ നിന്നോളാം.
തൽക്കാലം ഞാനിന്ന് പോയിട്ട് വരട്ടെ. ആ നിക്ക് നിക്ക് നിക്ക്. ഒന്നുകിൽ നീ എവിടെ പോവുക, എന്നാത്തിന് പോവുക എന്ന് പറഞ്ഞിട്ട് പോണം. ഇല്ലെങ്കിൽ നില്ല്, നിന്റെ കൂടെ ഞാനും വരാം. അത് വേണ്ട അമ്മച്ചി, എനിക്ക് തനിച്ചു പോകാൻ അറിയാം. പിന്നെ അമ്മച്ചിക്ക് യാത്ര ചെയ്യാൻ വയ്യാന്ന് ഇപ്പൊ കൂടി ഫോണിൽ പറഞ്ഞതല്ലേ ഉള്ളൂ. അങ്ങനെയുള്ള ആളെന്തിനാ എന്റെ കൂടെ വരുന്നേ? അതെ, അതിന് നീ വേളാങ്കണ്ണിലും കുരിശുമലയിലും ഒന്നും അല്ലല്ലോ പോണത്. ഈ ചുറ്റുവട്ടത്തൊക്കെ തന്നെയല്ലയോ. അതിന് കൂടെ വരാനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ട്. തൽക്കാലം അമ്മച്ചി കൂടെ വരണമെന്നില്ല. അപ്പൊ ജോക്കുട്ടൻ വന്ന് ചോദിക്കുമ്പോ ഞാൻ എന്നാ പറയും? ജോക്കുട്ടൻ വന്ന് ചോദിക്കുമ്പോ ഞാനിന്ന് പുറത്തു പോയതാന്ന് പറഞ്ഞാ മതി. ബാക്കിയൊക്കെ ഞാൻ വന്നിട്ട് ജോക്കുട്ടനോട് പറഞ്ഞോളാം. ശരി. എന്നതാ തമ്പുരാനെ ഞാൻ ഈ കാണുന്നതൊക്കെ? ദിവസം ചെല്ലും തോറും പെണ്ണിന്റെ നെകളിപ്പ് പത്രാസമൊക്കെ കൂടി വരുവാന്നല്ലോ. ഈ കോള് പോവുകയാണെങ്കിൽ ഇത് ഒരുപാട് പോകുന്ന ലക്ഷണമൊന്നും ഞാൻ കാണുന്നില്ല. അല്ല, പെട്ടെന്ന് ഇങ്ങനെ ഒരു ഷിഫ്റ്റിങ്ങിനെ കുറിച്ച് അപ്പുന് തോന്നാൻ കാരണം എന്താ വിപി? അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എന്തെങ്കിലും അപ്പു പറഞ്ഞോ? അപ്പു പറയുന്നത് ഇവിടുത്തെ ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഒന്ന് മാറി നിന്നാലേ മെന്റലി ഒന്ന് സെറ്റിൽ ആവുന്ന. ഒരു പരിധി വരെ അതിൽ കാര്യമുണ്ട് താനും. പക്ഷെ എന്ന് കരുതി അപ്പുവിനെ അങ്ങനെ തനിച്ച് എവിടേക്കും വിടാൻ എനിക്കും ഗീതയ്ക്കും തീരെ താല്പര്യമില്ല മുരളി. ഞാനും അത് തന്നെയാ പറയുന്നത്. ട്രീറ്റ്മെന്റ് തുടങ്ങിയ സ്ഥിതിക്ക് ഇനി അപ്പു ഇവിടെ നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നതാ നല്ലത്. അല്ല, ഇപ്പോഴും ബാംഗ്ലൂരേക്ക് പോകണമെന്നുള്ള വാശി തന്നെയാണോ അപ്പു? ഓൾമോസ്റ്റ് അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് ഇപ്പോഴും അപ്പു. എന്തായാലും ട്രീറ്റ്മെന്റ് തുടങ്ങിയ സ്ഥിതിക്ക് ചിലപ്പോ ഒരു റീതിങ്കിങ് ഉണ്ടായിക്കൊള്ളുന്നില്ല. BP വിഷമിക്കണ്ട നീ. എന്തായാലും 2 ആഴ്ചത്തെ സമയം പറഞ്ഞിട്ടുണ്ടല്ലോ ഡോക്ടർ. അതിനുള്ളിൽ അപ്പുവിന്റെ മനസ്സ് മാറുമെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നത്. മാറിയാൽ നല്ലത്. ആ പിന്നെ മുരളി വന്നിട്ട് ഡേസി ജോബിന് പോയി കണ്ടോ? ഇല്ല BP, ഞാനങ്ങോട്ട് പോയില്ല. അതിനിടയിൽ മാളുവും ജോബിനും തമ്മിൽ എന്തോ ഇഷ്യൂ ഉണ്ടായെന്ന് അശ്വതി പറഞ്ഞു. അപ്പു അത് സോൾവ് ചെയ്യാൻ മുൻകൈ എടുത്തെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അശ്വതി തന്നോട് പറഞ്ഞോ? എന്തായാലും അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് വളരുമെന്ന് എല്ലാവരും ഒന്ന് പേടിച്ചു. മുരളി ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാനായിട്ട് അതിൽ ഇടപെടേണ്ടി വരുമെന്ന് പേടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴേക്കും കുട്ടികൾ തന്നെ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. അല്ല, അത്രയ്ക്ക് വലിയ ഇഷ്യൂ ആയിരുന്നു BP അത്? അശ്വതി എന്നോട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല. ആക്ച്വലി എന്തായിരുന്നു സംഭവം? ഓ, അതിൽ വലിയ കാര്യമൊന്നും ഇല്ല മുരളി. മാളുവിൻ്റെയും ജോബിൻ്റെയും ജോയിന്റ് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന തുക മാളു അറിയാതെ ജോബിൻ്റെ ഒരു ഡോക്ടർ ഫ്രണ്ടിന് കുറച്ച് ദിവസത്തേക്ക് റോൾ ചെയ്യാൻ കൊടുത്തു. മാളുവിന് അതിൽ പരാതിയൊന്നുമില്ലായിരുന്നു. പക്ഷേ അവളോട് പറഞ്ഞില്ല എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിലുണ്ടായൊരു സംസാരം പിന്നെ പിണക്കായി മാറിയെന്നേ ഉള്ളൂ. അങ്ങനെ ആ ജോബിനുമായി പിണങ്ങി മാളു നിങ്ങളുടെ വീട്ടിൽ വന്നു നിന്നു. അതിൻ്റെ പേരിൽ പിന്നെ ഡേസിയും ജോബിനുമായി എന്തൊക്കെയോ പ്രശ്നമായി. എന്തായാലും അത് അധികം വഷളാവുന്നതിന് മുമ്പ് അപ്പുവായിട്ട് ജോബിന് ചെന്ന് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് അതങ്ങ് സോൾവ് ചെയ്തു. എന്നിട്ട് അതൊന്നും എന്താ അശ്വതി എന്നെ അറിയിക്കാതിരുന്നത്? മുരളി അതൊന്നും അറിയിക്കേണ്ടെന്ന് ഞാൻ അശ്വതിയോട് പറഞ്ഞു. വെറുതെ തന്നെ കൂടി ടെൻഷൻ ആക്കണ്ടെന്ന് കരുതി. എന്താ മുരളി, എന്താ ആലോചിക്കുന്നത്? അതല്ല, ഇത്രയും അറിഞ്ഞ സ്ഥിതിക്ക് ഞാനായിട്ട് ജോബിനോടും ടീച്ചറിനോടും എന്തേലും ചോദിക്കേണ്ടതുണ്ടോ എന്ന് ആലോചിക്കുക. എന്തിന്? അതിനൊന്നും ആവശ്യമില്ല മുരളി. കുട്ടികൾ അതൊക്കെ എപ്പോഴേ മറന്നിട്ടുണ്ടാവും. ഇനി താനായിട്ട് അങ്ങോട്ട് ചോദിച്ച് അതവരെ ഓർമ്മിപ്പിച്ച് സങ്കടപ്പെടുത്താതിരുന്നാൽ മതി. പിന്നെ ഡേയ്സി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അശ്വതി പറഞ്ഞ് കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന മട്ടിൽ സംസാരിക്കുന്നതായിരിക്കും നല്ലത്. എന്നാലും ഇത്ര സീരിയസ് ആയിട്ട് അവർ തമ്മിലൊരു പിണക്കം അങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ആ, കുട്ടികളല്ലടോ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള സൗന്ദര്യപ്പിണക്കൊന്നും അത്ര വലിയ കാര്യമാക്കേണ്ടതില്ല. ഇനിയിപ്പോൾ താൻ അതേക്കുറിച്ച് ആലോചിച്ച് അധികം തല ഉണ്ടാക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവാതെ പരസ്പരം രണ്ടുപേരും ശ്രദ്ധിച്ചോളൂല്ലോ. ആ, ഞാൻ മുരളിയെ കാണണമെന്ന് പറഞ്ഞ് വേറെ ഒന്നുമല്ല കേട്ടോ. ഇടയ്ക്ക് അശ്വതിയും താനും ഒക്കെ അപ്പൂനൊന്ന് വിളിക്കുകയോ കാണുകയൊക്കെ വേണം. വേറൊന്നുമല്ല. എല്ലാവരും അപ്പൂൻ്റെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഇപ്പോഴെടുത്തിരിക്കുന്ന ഈ തീരുമാനത്തിൽ നിന്ന് മാറി ചിന്തിക്കാൻ അത് അപ്പൂനൊരു പ്രേരണയാവുമല്ലോ. BP വിഷമിക്കണ്ടെന്നേ. അപ്പൂനെ നമ്മൾ എങ്ങോട്ടും വിടുന്നില്ല.
ട്രീറ്റ്മെന്റും സ്റ്റഡീസും ഒക്കെ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ഞങ്ങളും പറയുന്നുണ്ട്. ഞാനൊന്ന് അങ്ങോട്ട് പോട്ടെ വി പി. സൈറ്റിൽ നിന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ശരി മുരളി. ആ, താൻ മാളുവിന്റെയും ജോബിന്റെയും കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കല്ലേ. അത് മനസ്സിന് വിട്ടേക്ക്. ശരി, ഞാൻ സൗകര്യം പോലെ അങ്ങോട്ട് പോകുന്നുണ്ട്. പോകുന്നൊക്കെ കൊള്ളാം. ഇനി അതേപ്പറ്റി അവരോടൊന്നും ചോദിക്കാനും പറയാനൊന്നും നിൽക്കണ്ട. ഇല്ല. ശരി മുരളി. ഓക്കെ എന്നാ. അമ്മ എന്താ ഇന്ന് പാർലറിൽ പോയില്ലേ? ഇവിടെ ടൗൺ ഹാളിലെ എന്റെ ക്ലയന്റിന്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പോകുന്ന വഴി ഇവിടെ ഇറങ്ങി. ഇനിയിപ്പോ ലഞ്ച് കഴിഞ്ഞിട്ട് വൈകിട്ട് ഇറങ്ങാന്ന് വെച്ചു. ഞാൻ നേരത്തെ റൂമിൽ നോക്കുമ്പോ നല്ല ഉറക്കമായിരുന്നല്ലോ. ഉറക്കം ഡിസ്റ്റർബ് ചെയ്യേണ്ടത് വിചാരിച്ചാ വിളിക്കായിരുന്നത്. മെഡിസിന്റെ ആണെന്ന് തോന്നുന്നു. നല്ല ക്ഷീണമുണ്ട്. ഇപ്പോഴും ഉറക്കം മതിയായിട്ടില്ല എനിക്ക്. മെഡിസിന്റെ തന്നെ ആവും. ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഡോക്ടർ പറഞ്ഞതല്ലേ. അതിന്റെ കൂടെ നീ മര്യാദയ്ക്കൊന്നും കഴിക്കുന്നുമില്ലല്ലോ. നിനക്ക് ഞാനൊരു ജ്യൂസ് എടുക്കട്ടെ അപ്പൂ? ഇപ്പൊ വേണ്ടമ്മ. എന്നാ നീ പോയി ഫ്രഷ് ആയി വാ. അപ്പോഴത്തേക്ക് ഉറക്കമൊക്കെ പോവും. വീപ്പ എവിടെ പോയി? ഞാൻ വന്നപ്പോ ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. ഉടനെ വരുമെന്ന് പറഞ്ഞു. ഹലോ. ആ മാളുവോ? വാ. അതെ, ലഞ്ചിന് ഒരാളുകൂടി ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവോ? നീ മാത്രമേ ഉള്ളൂവെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. നിന്റെ കൂടെ ഒരാൾ കൂടി ഉണ്ടെന്നാ പറഞ്ഞു വരുന്നെങ്കിൽ ലേശം ബുദ്ധിമുട്ടാവും. പേടിക്കണ്ട, ഞാൻ മാത്രമേ ഉള്ളൂ. ഹലോ, എന്താ അപ്പു സാറിന് നമ്മളെ കണ്ടിട്ടൊരു മൈൻഡ് ഇല്ലാത്ത? മുഖത്ത് ഭയങ്കര ഗൗരവം. അത് വേറൊന്നും അല്ലെന്നേ. ഇത്രയും നേരം പോത്ത് പോലെ കിടന്ന് ഉറക്കമായിരുന്നു. ഞാൻ വന്നിട്ടൂടെ അറിഞ്ഞില്ല. രാവിലെ ഞാൻ വെച്ചിട്ട് പോയ കോഫി അതേപടി ഇരിപ്പുണ്ടായിരുന്നു. എന്താ മാഷേത്? മെഡിസിൻ എടുക്കുന്നല്ലേ? സമയത്ത് വല്ലതും ഉള്ളിൽ ചെന്നില്ലെങ്കിൽ എവിടെയെങ്കിലും കുഴഞ്ഞു വീഴും. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും ആളൂ. ഞാനും വി പി എത്ര പറഞ്ഞാലും തലേ കയറില്ലല്ലോ. ഞാനൊരു നഗ്നസത്യം പറഞ്ഞതിന് നീ എന്തിനാ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? നീ എന്തിനാ വന്നേ? അതെന്താ, എനിക്കിങ്ങോട്ട് വരാൻ പാടില്ലേ? മാളു, തമാശകളാ. നീ വന്ന കാര്യം പറ. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങളെയൊക്കെ ഒന്ന് കാണാലോ എന്ന് കരുതി ഇറങ്ങിയത്. നീ എന്തിനാ അപ്പോ ഇവളോട് ദേഷ്യപ്പെടുന്നേ? അതിന്റെ കാര്യം എന്താന്ന് ഇവക്കറിയാം. നീ ഡോക്ടറോട് പറഞ്ഞിട്ടാണോ വന്നേ? ആ, ഞാനിന്ന് പുറത്തു പോവാണെന്ന് പറഞ്ഞിരുന്നു. ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞോ എന്നാ ഞാൻ ചോദിച്ചത്. അതിപ്പോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇങ്ങോട്ടാവുന്ന് ഡോക്ടറിന് അറിയാം. എന്താ എന്ത് പറ്റി രണ്ടാൾക്കും? പെണങ്ങിയോ പിന്നെയും? ഒന്നുമില്ല ആന്റി. ഈ അപ്പു വെറുതെ എന്നോട് വഴക്കിന് വരിക. അതിന്റെ കാരണം എന്താ നിനക്കറിയില്ലേ? ദേ മാളു, ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കാതെ വേഗം പോവാൻ നോക്ക. എനിക്ക് നിന്നെ കാണുകയും വേണ്ട, പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാനുമില്ല. അമ്മേ, ഇവിടെ വേഗം പറഞ്ഞു വിടാൻ നോക്ക്. എന്താ മോളെ ഇതൊക്കെ? അപ്പൂന് എന്താ പറ്റിയത്? എന്തിനാ നിന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടത്? ഒന്നുമില്ല ആന്റി, ഞങ്ങള് തമ്മില് വെറുതെ ഒരു സൗന്ദര്യ പിണക്കം. എന്താ കാര്യം? അത് പിന്നെ ഞാൻ അപ്പുവിനോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നതിൽ ഡോക്ടർക്ക് ചെറിയ പരിഭവമുണ്ട്. അക്കാര്യം ഞാൻ അപ്പുവിനോട് പറഞ്ഞു. അതിന്റെ ദേഷ്യ. ജോബൻ നിന്നോട് അങ്ങനെ പറഞ്ഞോ? അതെന്താ അങ്ങനെ? കാര്യമൊന്നുമില്ല ആന്റി. അന്നത്തെ ആ വഴക്കില് ഡോക്ടർ വെറുതെ ജയിക്കാൻ വേണ്ടി പറഞ്ഞതാവും. എന്റെ കഷ്ടകാലത്തിന് ഞാനത് അപ്പുവിനോട് പറയുകയും ചെയ്തു. അതിനുശേഷം എന്നോട് ജാടയില ആള്. അപ്പു അറിഞ്ഞുകൊണ്ടല്ല മോളെ ഇങ്ങനെ പെരുമാറുന്നത്. അപ്പു ഇപ്പൊ കഴിക്കുന്ന മെഡിസിന്റെ പ്രശ്നമാ. ഷോർട്ട് ടെമ്പറും മൂഡ് സ്വിംഗും ഒക്കെ ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. എനിക്കറിയാം ആന്റി, അതുകൊണ്ടല്ലേ ഞാനിതൊന്നും കാര്യമാക്കാത്തത്.